നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെ ചെയ്യാൻ കഴിയില്ല എന്ന് ആരാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മിക്ക ലിമിറ്റേഷൻസും യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. പകരം നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ നേടിയെടുത്തതോ ഉണ്ടാക്കിയെടുത്തതോ ആയ വിശ്വാസങ്ങളെ ബേസ് ചെയ്തിട്ടാണിത്. ഈ വിശ്വാസങ്ങൾ അദൃശ്യമായ മതിലുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്നത് ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്നത് അതാണ്. എന്നാൽ ഈ വിശ്വാസങ്ങളെ നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവയ്ക്കൊരു അടിസ്ഥാനവും ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ നിരന്തരം അങ്ങനെ വിചാരിച്ച് ശീലിച്ചത് കൊണ്ട് മാത്രം സത്യമാണെന്ന് തോന്നുന്ന വെറും ചിന്തകൾ മാത്രമാണിത്. അതുകൊണ്ട് നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾ സ്വയം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങാം. ഉദാഹരണത്തിന്, എനിക്കൊരിക്കലും അത് ചെയ്യാൻ കഴിയില്ല, ഞാൻ അങ്ങനെയുള്ള ആളല്ല, എനിക്കിപ്പോൾ അതിന് സമയമില്ല. ഇത്തരം ഓരോ വാചകവും നിങ്ങളുടെ വെറും വിശ്വാസം മാത്രമാണ്, അല്ലാതെ സത്യമല്ല. ഇനി ഈ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുക. ഇതൊക്കെ ശരിക്കും സത്യമാണോ? ഈ വിശ്വാസത്തിന് അനുകൂലമായും പ്രതികൂലമായും നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുകളാണ് ഉള്ളത്? മിക്കപ്പോഴും നിങ്ങൾക്ക് സ്വയം നിശ്ചയിച്ചിരിക്കുന്ന ലിമിറ്റേഷൻ ഏതെങ്കിലും പഴയ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളവയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ പരിമിതികളെ ചെറിയ രീതിയിലെങ്കിലും വെല്ലുവിളിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ലിമിറ്റേഷൻ എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിന് ഓപ്പോസിറ്റായി പ്രവർത്തിച്ച് എന്താണ് റിസൾട്ട് എന്ന് നോക്കുക. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ്. ഓരോ തവണയും നിങ്ങൾ സ്വയം അടിച്ചേൽപ്പിക്കുന്ന ഒരു ലിമിറ്റേഷനെ മറികടക്കുമ്പോൾ നിങ്ങൾക്ക് സാധ്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടും മാറും. ഇത് ചുമ്മാ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്നതല്ല, മറിച്ച് നിങ്ങൾക്ക് തന്നെ നിശ്ചയിച്ച ബൗണ്ടറികൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്.